പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ബോഡി പോസിറ്റിവിറ്റി കാര്യം നമ്മൾ സംസാരിച്ചത് കൊണ്ട് പറയാണ്, പല സ്ഥലത്തും നമ്മൾ ഇപ്പം ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫെയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഡാർക്ക് ആക്കിയിട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ് ആക്ച്വലി അങ്ങനെ ഫെയർ ആയിട്ടുള്ളവരെ മേക്കപ്പ് ചെയ്ത് ഡാർക്ക് ആക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്? അതായത് ഡാർക്ക് ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരുപാട് കഴിവുള്ള ആളുകളുണ്ടല്ലോ, അവരെ വിളിക്കാതെ ഈ ഫെയർ ആയിട്ടുള്ള ആൾക്കാരെ ഡാർക്ക് ആക്കി ചെയ്യിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ചർച്ച വരുന്നത്. ഇതിലെ കാര്യം എന്താണെന്നറിയോ, പലപ്പോഴും ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മളിപ്പോൾ നയൻതാര ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ട് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഡെഫിനറ്റ്ലി വന്നത് നയൻതാര മാമിന്റെ അത്രയും വലിയൊരു സ്റ്റാറിനെ വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമ വരുന്നതാ. പക്ഷെ അതിൽ തന്നെ അവർ ചെറുപ്പകാലം ചെയ്തത് ശരിക്കും ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ചില സമയത്ത് നമുക്ക് അങ്ങനെ ആൾക്കാരെ മാറ്റേണ്ടി വരും. അതായത് ഇപ്പം എന്താ പറയുക, നമ്മൾ ഫഹദിനെ വെച്ചിട്ട് ഒരു വയസ്സായ ആളുടെ കഥാപാത്രം, സുരാജേട്ടൻ വയസ്സായ ഒരു കഥാപാത്രം ചെയ്തു. അത് സുരാജേട്ടൻ എന്നുള്ള ആർട്ടിസ്റ്റ് അത് ചെയ്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കൂടെ ആ ക്രിയേറ്റേഴ്സ് എഴുതുന്നതാ, അവരുടെ കൂടെ മാർക്കറ്റ് വെച്ചിട്ട് എഴുതുന്ന സിനിമയാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് അങ്ങനെ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വയസ്സായത് ചെയ്യുമ്പോൾ വയസ്സായ ഒരാളെ തന്നെ എടുത്ത് ചെയ്യാം എന്നുള്ളത് പലപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വരുമ്പം കുറച്ച് ഡസ്കി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് കഴിയുമ്പം വൈറ്റ് സ്കിൻ ആവുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി എന്ന് വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, കാണാൻ ഇങ്ങനെ, അതിൽ നിന്ന് വരുന്നതാ. അത് ഒരു പ്രോബ്ലമാറ്റിക് ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് തോന്നുന്നത്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നിമിഷേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവര് സ്കിന്നിന്റെ ഡ്രോബാക്സ് ഇതെല്ലാം വെച്ചിട്ട് അവർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ സിനിമകളും ചെയ്യുന്നത്. ഒരു തരത്തിലും പോളിഷ് ചെയ്യാണ്, ഞാൻ പറഞ്ഞ സ്കിന്ന് അവരവരുടെ സ്കില്ല് പോളിഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്കിന്നോ അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടോണോ ഒന്നും മാറ്റുന്നില്ല. അത് ഭയങ്കര ടഫാ അങ്ങനെ നിൽക്കാൻ. ഈവൻ നിമിഷ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല അധികം. അതെ, നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു സിനിമാറ്റോഗ്രാഫർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അധികം മേക്കപ്പ് ഇല്ലാതെയാണ് സിനിമകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, നമ്മൾ ലൈറ്റിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ മൂക്കിനൊരു ഗ്ലോ വരുമല്ലോ, അങ്ങനത്തെ ആ ഒരു ഫുൾ ഗ്ലോ ശരിക്കും സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ പഴയ മണിരത്നം സിനിമയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ റിയൽ സ്കിന്ന് സിനിമയിൽ വരുമ്പോൾ അത് കാണാൻ ഭയങ്കര. നമ്മുടെ സ്കിന്നിനൊക്കെ അത് ഇച്ചിരി മോശമായിരിക്കും ഈ ലൈറ്റും അന്നത്തെ സമയത്തൊക്കെ, ബട്ട് സ്റ്റിൽ അതിനൊരു പ്രത്യേക ഭംഗിയാ, അത് ഭയങ്കര ഗ്രേസ്ഫുൾ ആ കാണാൻ. പക്ഷെ അതിൽ നിന്ന് ആൾക്കാർ എന്തുകൊണ്ട് മാറിപ്പോകുന്നു, എല്ലാവരും ഒരുപോലെ ആവുന്നു എന്നുള്ളത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരെ തന്നെ വെച്ച് മാർക്കറ്റ്, എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ബിസിനസ് അല്ലേ. അപ്പം അങ്ങനെയും കൂടെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല.